ഇപ്പോൾ ജെഡി നേതാവ് വീരേന്ദ്രകുമാർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഞാൻ കേന്ദ്ര നേതൃത്വത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പ്രയാസമുണ്ട്. അത് അവരോട് പറഞ്ഞിട്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. നിതീഷ് കുമാറുമായിട്ട് സംസാരിച്ചിരുന്നു. അതൊക്കെ പിന്നീട് പറയാം. ഇപ്പോൾ തീരുമാനം ഈ സ്ഥാനാർത്ഥിയുടെ വോട്ടിംഗ് ആണല്ലോ, അതിനെപ്പറ്റിയാണ് പ്രതികരിച്ചത്. ബാക്കിയൊക്കെ ഓരോന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇന്ന് തീർന്നാൽ പിന്നെ രണ്ടാമത് കാണാൻ സൗകര്യം ഉണ്ടാവില്ല. അതെ, പാർട്ടിക്കകത്ത് എവിടെ ഭിന്നത? ദേശീയ നേതൃത്വത്തോട് ഞാൻ സംസാരിച്ചിരുന്നു പറഞ്ഞില്ലേ. അത് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യാമെന്നാണ്. ഞാൻ നിതീഷ് കുമാരോട് സംസാരിച്ചിരുന്നു ആ കാര്യം. ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. വിശാലമായ മതേതര സഖ്യം എന്നുള്ളതൊക്കെയായിരുന്നു ദേശീയ തലത്തിൽ താങ്കളടക്കമുള്ളവർ മുന്നോട്ട് വെച്ചിരുന്ന വാദങ്ങൾ. നിതീഷ് കുമാർ ഇത്തരം NDA പിന്തുണയ്ക്കാനുള്ള തീരുമാനമെടുത്തതോടുകൂടി അത് അത്തരം ആശയങ്ങൾക്ക് ഇനി നിലനിൽപ്പുണ്ട്. അല്ല, അത് നിതീഷ് കുമാർ മാത്രമല്ല, ഒറീസ ചീഫ് മിനിസ്റ്റർ അവരും ആ തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് മായാവതി ആ തീരുമാനം എടുത്തു. പിന്നെ മുലായം സിംഗ് യാദവിനെ കുറിച്ച് അറിയില്ല, അദ്ദേഹം ആ തീരുമാനമായിരിക്കും എടുക്കാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവരൊക്കെ ആ തീരുമാനമെടുത്തെങ്കിലും ഞങ്ങൾ BJP സ്ഥാനാർത്ഥി വോട്ട് ചെയ്യും. തിരിച്ചടിയൊന്നും ആവില്ല. അപ്പോൾ തിരിച്ചടിയാകുമ്പം പറയാം. ഓരോ രാഷ്ട്രീയത്തിൽ ഓരോന്ന് വരുമ്പോഴല്ലേ അതിനെ മറുപടി പറയാം. ഞാൻ നിതീഷ് കുമാറുമായിട്ടാണല്ലോ സംസാരിച്ചത്, എന്നിട്ടാണ് തീരുമാനം എടുത്തത്. അദ്ദേഹത്തിൻ്റെ പരിധിയിലല്ലേ താങ്കൾ ചോദിക്കുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചിട്ടാണ് തീരുമാനിച്ചത്. അതെ, അത് എന്തെങ്കിലും വരുമ്പോൾ അപ്പം ഞാൻ സംസാരിക്കുക. രാഷ്ട്രീയമായിട്ട് വളരെ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുക. ഇപ്പം ഇത്ര പ്രതികരിക്കാൻ പ്രതിപക്ഷത്തിന് അത് തീരുമാനമൊന്നും ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ലല്ലോ. അത് കറക്റ്റായിട്ട് സംസാരിക്കാം. അത് കുറേ ആൾ അംഗീകരിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല, കുറേ ആൾ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. താങ്കളൊന്ന് പാറ്റ്ന വരെ പോവുക, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പഴയ സോഷ്യലിസ്റ്റുകാരനായിരുന്നു എന്നാണ് പറയുന്നത്, മൊറാർജി ദേശായിയുടെ കാലത്ത് എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം സോഷ്യലിസ്റ്റുകാരൻ ആയിരുന്നെങ്കിലും എനിക്കറിയില്ല അതേക്കുറിച്ച്. BJPയുടെ സ്ഥാനാർത്ഥിയായി സ്പോൺസർ ചെയ്യുമ്പോൾ അയാൾ വോട്ട് ചെയ്യില്ല. പഴയ കാലത്ത് അങ്ങനെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല അത്.
അധികം അറിയില്ല. അത് താങ്കളുടെ ചോദ്യമാണിത്. അത് താങ്കൾ തന്നെ മറുപടി പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഉള്ള ഇഷ്യൂവിന് മാത്രമേ മറുപടി പറഞ്ഞു. ഇതിനെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മറുപടി പറയാം. JDS അവരോട് ചർച്ച ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന്. അല്ല, പാട്നയിൽ നിന്ന്. എത്ര 8-ാം തീയതി 9-ാം തീയതി മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ 8-ാം തീയതി 9-ാം തീയതി മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ഞങ്ങൾ നയം വ്യക്തമാക്കിയിരുന്നു. നിതീഷ് കുമാറിനോട് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല. അദ്ദേഹം അത് അംഗീകരിച്ചു. പിന്നെ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അപ്പം പ്രതികരിക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂറുണ്ട്. ഞാൻ കേരളത്തിലെ പാർട്ടി പ്രസിഡൻ്റല്ലേ. അതുപോലെ എല്ലാ പാർട്ടികളും ഞാൻ എന്നോട് ചോദിക്കുന്ന രാജ്യസഭാ മെമ്പർക്കല്ലേ, അതിൻ്റെ മറുപടിയാണ് ഈ പറഞ്ഞത്. പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അത്രയല്ലേ ഉള്ളൂ. ചായ കുടിക്കാം. JDU കേരള ഘടകത്തിന്റെ വ്യക്തമായ എതിർപ്പ് അറിയിച്ചു തന്നെയാണ് ഇപ്പോൾ വീരേന്ദ്രകുമാർ മാധ്യമങ്ങളെ കണ്ടത്. ദേശീയ തലത്തിൽ നിലവിലെ NDA സ്ഥാനാർത്ഥി BJPയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിനെ പിന്തുണയ്ക്കാനുള്ള നിതീഷ് കുമാറിന്റെ തീരുമാനത്തെ അതിനോടുള്ള എതിർപ്പ് അദ്ദേഹത്തെ തന്നെ വിളിച്ച് അറിയിച്ചു എന്ന് വീരേന്ദ്രകുമാർ പറഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിൽ വോട്ട് ചെയ്യാനാകില്ല, ഒരു BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനാകില്ല എന്ന നിലപാടാണ് അറിയിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തോളൂ എന്നായിരുന്നു തിരിച്ചു മറുപടി എന്നും നിതീഷ് കുമാർ വ്യക്തമാക്കിയതായും വീരേന്ദ്രകുമാർ പറയുന്നു. അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു.